ഹായ് ഡിയേഴ്സ്, അവളിടം ബൈ നീതുവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു കേക്കാണ് കേട്ടോ. ഐസ്ക്രീം വെച്ചിട്ടുള്ളൊരു കേക്കാണ്. കാണാൻ നല്ല ഭംഗിയാണ്, അതുപോലെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഞാനിപ്പോൾ ഉണ്ടാക്കുന്നത് 2 ടൈപ്പ് ഐസ്ക്രീം വെച്ചിട്ടാണ്. ഒന്ന് സ്ട്രോബെറി ഐസ്ക്രീമും ഒന്ന് ചോക്ലേറ്റ് ഐസ്ക്രീമുമാണ് എടുത്തിരിക്കുന്നത്. ഇത് വളരെ എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്നൊരു കേക്കാണ്. അധികം സമയമൊന്നും എടുക്കില്ല, പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് 1 കപ്പ് സ്ട്രോബെറി ഐസ്ക്രീം ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് മെൽറ്റ് ആവാനായിട്ട് വെയിറ്റ് ചെയ്യണം. അതുപോലെ തന്നെ വേറൊരു പാത്രം എടുത്തിട്ട് അതിനകത്ത് ചോക്ലേറ്റ് ഐസ്ക്രീം 1 കപ്പ് ഇട്ട് കൊടുക്കാം. അതും ഒന്ന് മെൽറ്റ് ആവാനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇത് മെൽറ്റ് ആയിട്ടുണ്ട്. ഇനി നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി അതിനകത്തേക്ക് 1/4 കപ്പ് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. നിങ്ങൾക്ക് പഞ്ചസാര പൊടിച്ച് വേണേലും ചേർത്ത് കൊടുക്കാം. നല്ല ഇളക്കിയതിന് ശേഷം ഒരു അരിപ്പെടുത്ത് അതിനകത്തേക്ക് 1/3 കപ്പ് ഉണ്ടല്ലോ, ആ കപ്പിനകത്ത് 2 കപ്പ് മൈദ ഞാനിതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ 2/3 കപ്പാവും കേട്ടോ. അതിനകത്തേക്ക് ചേർത്ത് കൊടുത്തിട്ട് അതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ല പോലെ ഒന്ന് അരിച്ച് ഇതിനകത്തേക്ക് ഇടാം. ഇനി ഇത് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. കട്ടയൊന്നും ഇല്ലാതെ ഒരേ ഡയറക്ഷനിൽ തന്നെ നമുക്ക് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് ലൂസായിട്ടല്ല ഇതിരിക്കുക, കുറച്ച് തിക്കായിട്ടുള്ള മാവാവും ഉണ്ടാവുക. ഇപ്പം നല്ല പോലെ കട്ടയൊന്നുമില്ലാതെ മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചോക്ലേറ്റിൻ്റെ ബൗളെടുക്കാം. അത് കട്ടയില്ലാതെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഞാൻ ഇതിനകത്തേക്ക് ചോക്കോ ചിപ്സും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1/4 കപ്പ് പഞ്ചസാരയും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. പിന്നെ 1/3 കപ്പിന് 2 കപ്പ് 2/3 കപ്പ് മൈദ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക. 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഇളക്കിയിട്ട് നമുക്ക് അരിപ്പയിലൂടെ അരിച്ചതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ല പോലെ വിസ്ക് വെച്ച് നല്ല പോലെ ഒന്ന് മിക്സാക്കി കട്ടയില്ലാതെ ഒന്ന് പതുക്കെ ഒന്ന് ഇളക്കി മിക്സാക്കി എടുക്കാം. ഇത് നല്ല പോലെ തിക്കായിട്ടുള്ള ബാറ്ററായിരിക്കും. ഇനി നമുക്ക് പാന് ഗ്രീസ് ചെയ്ത് വയ്ക്കാം. നമുക്ക് ഏത് ഷേപ്പിലുള്ള വേണേലും എടുക്കാം, നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഷേപ്പ് എടുക്കാം. ഇപ്പം ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് ഓവൽ ഷേപ്പാണ്. ഇതിനകത്തേക്ക് ഞാൻ ഗ്രീസ് ചെയ്ത് അതിനകത്ത് ബട്ടർ പേപ്പർ വെച്ച് അതിൻ്റെ മുകളിൽ കുറച്ച് ഓയിലും കൂടെ തേച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ഈ 2 ബൗളും അടുത്ത് വെച്ചിട്ട് 2 സ്പൂണും കൂടെ എടുക്കുക. 1 സ്പൂണിനകത്ത് സ്ട്രോബെറി ഐസ്ക്രീം കോരി എടുത്തിട്ട് മറ്റേ സ്പൂൺ കൊണ്ട് ഇതേപോലെ അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക. ഓരോ സ്പൂണ് വീതം മാറി മാറി അടുത്ത ചോക്ലേറ്റ് ഇട്ട് കൊടുക്കുക. അങ്ങനെ മാറി മാറി നമുക്ക് ഇട്ട് കൊടുക്കാം. ഇടവിട്ട് വേണം ഇട്ട് കൊടുക്കാനായിട്ട്. ഒരേ ഇതിൽ തന്നെ ഇട്ട് കൊടുക്കരുത്. കളറ് നമുക്ക് മാറി മാറി കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഈ ബാറ്റർ തീരണ വരെ നമുക്കിതിങ്ങനെ ഇടവിട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഒരു ലെയർ തീർന്നു കഴിഞ്ഞാൽ അതിൻ്റെ മുകളിൽ തന്നെ ഇതേപോലെ ഇട്ട് കൊടുക്കാം. എൻ്റെ പാത്രം കുറച്ച് വലുതായതുകൊണ്ട് ഒരു ലെയർ തന്നെ ഇടാനുണ്ടായിരുന്നുള്ളൂ. നിങ്ങൾ കുറച്ച് ചെറിയ പാത്രമൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു ലെയറും കൂടെ ഇടാനുണ്ടാവും. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതിന് തൊട്ടപ്പുറത്തെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്താൽ ഞാൻ ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ കേട്ടോ. ഞാനിതെല്ലാം ഇതിനകത്തേക്ക് ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. എയർ ബബിൾസൊക്കെ പോകാനായിട്ട് നന്നായിട്ട് ടാപ്പ് ചെയ്തതിന് ശേഷം ഒരു ടൂത്ത് പിക്ക് എടുത്തിട്ട് ഇതേപോലെ ഒന്ന് വരഞ്ഞു കൊടുക്കാം. അപ്പോൾ നല്ലൊരു ഡിസൈൻ ആവും, അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ വരഞ്ഞു കൊടുക്കുന്നത്. ഇനി നമുക്ക് പാൻ ഇതിന് മുന്നേ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത് വെക്കണം. 10 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് ഈ ബാറ്റർ ഇതിനകത്തേക്ക് വെച്ചിട്ട് നമുക്ക് ബേക്ക് ചെയ്തിട്ട് എടുക്കാം. ഒരു 40 മുതൽ 45 മിനിറ്റ് വരെ നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം. അതിൽ ചെറിയ മാറ്റമൊക്കെ ഉണ്ടാവും. അപ്പോൾ 30 മിനിറ്റിന് ശേഷം നിങ്ങൾക്കൊന്ന് തുറന്നൊന്ന് ടൂത്ത് പിക്ക് കൊണ്ടൊന്ന്
കുത്തിയിട്ട് നോക്കാം, ചെക്ക് ചെയ്ത് നോക്കാം വെന്തോ എന്നുള്ളത്. അപ്പോൾ എൻ്റേതിപ്പോൾ വെന്തിട്ടുണ്ട്. ഞാൻ ടൂത്ത് പിക്ക് കൊണ്ട് കുത്തി നോക്കിയപ്പോൾ നല്ല വെന്തിട്ടുണ്ട്. ഇനി ഇത് വാങ്ങി വയ്ക്കാം. ഇനി ഇതൊന്ന് ചൂടാറാനായിട്ട് വെക്കാം. ഇപ്പോൾ നന്നായിട്ടൊന്ന് ചൂടാറിയിട്ടുണ്ട്. ഇനി നമുക്കിത് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി ഇതിൻ്റെ മുകളിലുള്ള ബട്ടർ പേപ്പർ ഒന്ന് നമുക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ നമ്മൾ കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് കട്ട് ചെയ്ത് ഞാൻ കാണിച്ചു തരാം ഇതിൻ്റെ ഉള്ളിൽ എങ്ങനെയാണ് ഇരിക്കുന്നത് എന്നുള്ളത്. ഉള്ളിൽ കാണാനാണ് നല്ല ഭംഗി. ഇനിയിപ്പോൾ നിങ്ങൾക്ക് സ്ട്രോബെറി ഐസ്ക്രീം ഇല്ലെങ്കിൽ സ്ട്രോബെറിക്ക് പകരം വാനില വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ. ചോക്ലേറ്റും വാനിലയും കൂടെ മിക്സ് ആക്കിയിട്ട് ഇതേപോലെ തന്നെ ചെയ്താൽ മതി. ഇപ്പോൾ ഇതാ കണ്ടോ, നല്ല അടിപൊളി കളറായിട്ട് നല്ല ഭംഗിയില്ലേ കാണാൻ, ചോക്ലേറ്റും സ്ട്രോബെറി ആയിട്ട്. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.